എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശിന് ഫുഡ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് നയന. അങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് നയനയോട് ചോദിച്ചു, അല്ല നീ കഴിച്ചോന്ന് ചോദിക്കുകയാണ്. ഇല്ല ഞാൻ കഴിച്ചില്ല, വീട്ടിൽ ചെന്നിട്ട് വേണമെന്ന് പറയാം. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ആദർശ് കുറച്ച് കയ്യിലെടുത്ത് നയനയ്ക്ക് വാരി കൊടുക്കാൻ നോക്കണം. പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു, വേണ്ട ആദർശ് ചേട്ടാ, ഇപ്പൊ എനിക്ക് വേണ്ട. അല്ലേലും ആദർശ് ചേട്ടൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കല്ലേ, അപ്പോഴിങ്ങനൊന്നും ചെയ്തുകൂടാന്ന് പറയാണ്. അതിനെന്താ കുഴപ്പം? എനിക്ക് വേണ്ടാന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിട്ട് കഴിച്ചോളാന്ന് പറയാം. നീ ഇങ്ങനെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. എനിക്കറിയാം നീ നേരത്തെ ഫുഡൊന്നും കഴിക്കത്തില്ല. അമ്മേനെ പോലെ തന്നെ നിനക്കും വളർച്ചയുണ്ടെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, എല്ലാം ഞാൻ ഫുഡൊക്കെ നേരാൻ വണ്ണം കഴിച്ചോളാം. ആദർശനും കഴിക്കാൻ പറയണം. ഇച്ചോടെ കറി എടുക്കട്ടെ എന്ന് ചോദിക്കണം. പിന്നീട് കുറച്ച് കറിയും കൂടെ വിളമ്പിട്ട് പറഞ്ഞു, ആദർശേട്ടൻ എപ്പോഴും ഫുഡിനേക്കാളും കൂടുതൽ കറി കഴിക്കുന്നതല്ലേ ഇഷ്ടം. ചപ്പാത്തിയുടെ ഒപ്പം ചപ്പാത്തിയേക്കാളും കൂടുതൽ കറി കഴിക്കണം, അത് പണ്ട് തൊട്ടുള്ളൊരു സ്വഭാവമല്ലേ. അതങ്ങനെ എനിക്ക് അങ്ങനെയല്ലേ സാധാരണ പറയണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയം അനാമികയും രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. അനാമിക പറഞ്ഞു, ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിനൊരു തീരുമാനമാക്കണം എന്ന് പറയാം. അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന നവ്യയും നയനയും തമ്മിൽ മുമ്പ് ഭയങ്കര വഴക്കായിരുന്നാ പറയുന്നത്. ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അവര് തമ്മിലൊന്ന് ഒത്തൊരുമയിലായത്. ചേട്ടത്തി അനിയത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നവ്യയുടെ സ്വഭാവം അല്ലല്ലോ നയനയ്ക്ക്. പക്ഷെ ഇനി നമുക്ക് അവരെ തമ്മിൽ അകറ്റണം അമ്മേ. ആ പാല് കുടിക്കുന്നതോട് കൂടിയിട്ട് അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞങ്ങോട് പോകും. അതോടുകൂടി അവൾക്ക് മനസ്സിലാവും, തന്റെ അനിയത്തി തനിക്കിട്ട് പാര് പണിതാന്ന്, തന്റെ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്താന്നുള്ള കാര്യം. അങ്ങനെയേ അവള് വിശ്വസിക്കാവുള്ളൂ. അപ്പൊ അതാണ് വേണ്ടതെന്ന് പറയണം. അത് ശരിയാ മോള് പറഞ്ഞേ, അത് തന്നെ വേണം ഇന്ന് നടക്കാനായിട്ടെന്ന് പറയണം. അല്ലെങ്കിലും അവളുമാർക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേന്ന് ചോദിക്കുക. അപ്പോഴാണ് അനാമയുടെ ഫോൺ ബെല്ലടിച്ചേ. നോക്കിയപ്പോ വേണുവാ വിളിക്കുന്നേ. പറഞ്ഞു വെച്ചാ എന്താന്ന് ചോദിക്കണം. അല്ല മോളെ, പറഞ്ഞ പോലെ എല്ലാക്കെ കാര്യങ്ങൾ നടത്തിയോ? ഇല്ലച്ചാ, വൈകുന്നേരം ആവട്ടെ എന്ന് കരുതി. അല്ല വൈകുന്നേരം ഉറപ്പാണല്ലോ അല്ലെ? എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഗ്ലാസ് പാല് നയന് നവ്യക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടച്ചാ. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. മോളെ, ഒരിടത്തും ഒരു ഫോൾട്ടും പറ്റില്ല കേട്ടോ എന്ന് പറയണേ. ഇല്ലച്ചാ, ഒരിടത്തൊന്നും പറ്റില്ല, അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. ഈ അനാമി ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുത്താന്ന് പറയണേ. അങ്ങനെ കോള് കെട്ടിയുക. പിന്നീട് അനാമി പറഞ്ഞു, അച്ഛൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്രതിയില്ല. എന്തായി എങ്ങനെയായ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി വിളിച്ച. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുവോ? അവൾമാർക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേ. അച്ഛന്റെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നെട്ടോട്ടം ഓടിയതായിരിക്കും ഇരിക്കുന്നത്. ആ പായസം കുടിച്ചിട്ട് അത്രമാത്രം വെപ്രാളപ്പെട്ടില്ലേ, അതുപോലെ തന്നെ ഞാനും. അവളുടെ ഒരു അഹങ്കാരം, അവൾക്ക് തന്നെ ആദ്യം പണി കൊടുക്കണ്ടേ. ഇന്നത്തോടു കൂടി നിങ്ങൾ തീരാൻ പോവാ. കുറച്ചു ദിവസം അവള് ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ. അതോടുകൂടി അവൾക്കിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടുന്നത്. അല്ലമ്മേ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലോ? പോലീസ് കേസോ മറ്റോ? എങ്ങനെ ഉണ്ടാവാൻ എന്റെ മോളെ? പോലീസ് കേസൊന്നും ഉണ്ടാവാൻ വരത്തില്ല. കാരണം അനന്തപുരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വലിയൊരു തറവാടാ. കാരണം പുറത്ത് എല്ലാരും അറിയപ്പെടുന്ന ഒരു തറവാടല്ലേ. അപ്പൊ അതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ അതിന്റെ നാണക്കേട് ആർക്കാ? അനന്തപുരിക്കാർക്ക് തന്നെയല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവര് പുറത്ത് പറയാനൊന്നും പോകുന്നില്ല, ഇത് കേസാക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. ഈ സമയം നവിയും അബിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ റെസ്റ്റോറൻറ്റ് ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നവിയോട് ചോദിച്ചു, അല്ല ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോന്ന് അബി ചോദിക്കുകയാണ്. പിന്നെ ഓർമ്മയില്ലാതിരിക്കോ? ഇവിടെ വെച്ചല്ലേ നീ എനിക്ക് ആ ഡയമണ്ട് നെക്ലേസ് തന്നെ. അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രം, അതിനൊക്കെ ശേഷം അധികം സന്തോഷിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അബി പറഞ്ഞു, അതൊക്കെ ഇനിയും ഉണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ നാളുകൾ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി. പക്ഷെ ഇനി അങ്ങനെയല്ല കേട്ടോ. ഇനി നമ്മുടെ ഓരോ ദിനവും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതെന്ന് നവ്യ ചോദിച്ചു, അല്ല എനിക്ക് നിന്നെ വിശ്വസിക്കാലോ അല്ലേന്ന് ചോദിക്കണം. അതെ, പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ? ആ പഴയ ഞാനല്ലേ ഇപ്പൊ പറയണേ. എനിക്ക് അത്രയ്ക്കും അവിടെ വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഇത് കേട്ടതോ അബിയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. പിന്നീട് പറഞ്ഞു, ഇപ്പൊ നിന്റെ പ്രവർത്തികളെ കണ്ട് എനിക്ക് എന്തായാലും സന്തോഷം തോന്നുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും എന്തൊരു സന്തോഷമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് ചെല്ലുന്നേ. അത് ശരി തന്നെയാ. ഇനിയപ്പോ അവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല നവിയെ. എന്തിനും ഏതിനും നിനക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കുന്നു പറയാം. അതെ, ഇനി നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കൂ. ഒന്നും വേണ്ട, ഒരു ഐസ്ക്രീമും കൂടെ പറയട്ടെ എന്ന് ചോദിക്കൂ. വേണ്ട അബി, അന്നൊരു കാര്യം ചെയ്യാം, ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറയണ. അങ്ങനെ വീട്ടോട് ഒരു ഐസ്ക്രീമും കൂടെ പറയാണ്.
നവ്യക്ക് ഇതിൽ പല സന്തോഷമില്ലായിരുന്നു. നവ്യ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ എന്താണെന്നറിയോ, വീട്ടിൽ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. അമ്മ നിർബന്ധിച്ച് കുറെ കഴിപ്പിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കുന്നേ. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പറയാണ്. അതൊന്നും കുഴപ്പമില്ല, ഇനി ഇടയ്ക്ക് നമുക്ക് നീ അമ്മേനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താം, അവിടെ കുറച്ചു നേരം അമ്മ നിൽക്കട്ടെ, നിനക്കൊരു സന്തോഷമാവില്ലെന്ന് ചോദിക്കണം. അത് ശരിയാ അബി എന്ന് പറയണം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നവ്യ. പിന്നീട് നവ്യ പറഞ്ഞു ഡേ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിനക്ക് കമ്പനിയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല ആദർശേണ്ട നിന്നെ ഈ മാറ്റമൊക്കെ മനസ്സിലാവുകയാണെങ്കിലേ ഇപ്പൊ എനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം നിനക്കും അവിടെ കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടതും അബി പറഞ്ഞു എന്റെ മോളെ, ഞാൻ സ്ഥാനമാനങ്ങൾക്കൊന്നും അല്ല ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നേ, അറിയാലോ എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട. ഞാൻ അവിടുത്തെ സ്റ്റാഫ് മാത്രമായിരുന്നാ മതി. ആ കണ്ണും കൊണ്ട് നീ എന്നെ ഇപ്പൊ കാണലെന്ന് പറയണം. അത് പഴയ അബിയായിരുന്നു, ഇത് പുതിയ അബിയാന്ന് പറയണം. ഇത് കേട്ടതും നവ്യ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നീ അവിടെ ജ്വല്ലറി കയറിട്ട് വേണ്ട ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും എനിക്കും ജ്വല്ലറിയിലേക്ക് വരാനായിട്ട്. ഞാനും വെറുതെ വീട്ടിലിരിക്കുമല്ലേ എന്ന് ചോദിക്കണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി മനസ്സിൽ പറഞ്ഞു അതിന് കുഞ്ഞുണ്ടായാലല്ലേടി, എങ്ങനെ ഉണ്ടാവാനാ, ഇന്നത്തോടു കൂടി നിന്റെ എല്ലാ കുഞ്ഞെന്ന മോഹവും തകർന്ന് തരിപ്പടാൻ പോവാ. ദേ ഈ അബിയ പറയണേ അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് പറയാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അരിയിരിക്കണം. അപ്പൊ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ നന്ദുവിന് കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനാമിക ഇങ്ങോട്ട് കയറി വന്നേ. അനാമേനെ കണ്ടതും പെട്ടെന്ന് അനിയ ഫോണും കൂടെ താഴെ വെച്ചു. ഓഹോ എന്നെ കണ്ടോ, നീ എന്തിനാ ഫോൺ മാറ്റിയത്? എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന്. എന്താന്നറിയാവോ, ഇപ്പം അവളുടെ ഫോട്ടോ ആയിരിക്കും നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോ കാണലെന്ന് കരുതി നീ വെച്ചായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതെ അതങ്ങനെ തന്നെയാ, നിനക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കണം. അതേടാ അല്ലെങ്കിലും അത് അങ്ങനെയല്ലേ വരത്തുള്ളൂ, എന്റെ കഷ്ടകാലം നിന്നെ കല്യാണം കഴിച്ചെന്ന് പറയാണ്. ഇത് കേട്ടതും അനി പറഞ്ഞു ശരിക്കും പറഞ്ഞ നിന്റെ കഷ്ടകാലമല്ല എന്റെ കഷ്ടകാലം എന്ന് പറയാണ്. എടാ നിനക്ക് നാണം ഉണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലേലും നിന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ അഭിയേട്ടന് അതെ അവളെ കൊണ്ട് പുറത്തൊക്കെ പോയിരിക്കുന്നു. ഇവിടെ ഒരുത്തനുണ്ട് എന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നവന്, എന്തേലും ഒരു പ്രയോജനം ഉണ്ടോ നിന്നെ കൊണ്ട്? ഇത് കേട്ടതും എനിക്ക് നല്ല ദേഷ്യം വന്നു. അനി പറഞ്ഞു എന്താ എന്താ കാര്യം എന്താ? അല്ല നിനക്ക് എന്നെ ഒന്ന് പുറത്തു ഉണ്ടാകുമല്ലേ, അത് നിനക്കൊരു കാര്യം ചെയ്യാൻ മേലായിരുന്നോ? അവര് പോയ കൂടെ അവരുടെ കൂടെ അങ്ങ് പോകാൻ മേലായിരുന്നോ? ഓ എന്നാലും നീ കൊണ്ടുപോകത്തില്ലല്ലേ? എടാ ഭർത്താവെന്ന് പറയുന്നത് പിന്നെ നീ എന്ത് കാണാതിരിക്കുന്നാടാ, വെറും വേസ്റ്റ് എന്ന് പറയണ. ദേ അനാമികെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇങ്ങനെ പറഞ്ഞ മാല ഇട്ടേക്കോന്ന് ഞാൻ നോക്കത്തില്ലെന്ന് പറയണം. അനാമ പറഞ്ഞു പിന്നെ എന്താടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊക്കോ, ഒരു താലി കഴുത്തി കയറി നല്ലേ ഉള്ളൂ, ആ താലിയോട് ഊരി വെച്ചിട്ട് നീ പൊക്കോ, നിന്റെ ഇഷ്ടത്തിന് നീ പോയി ജീവിച്ചോളാൻ പറയണ. ഓഹോ അപ്പൊ എന്നെ പറഞ്ഞു വിടാതെ നിനക്ക് ധൃതിയില്ലേ? എടാ 120 പവൻ തന്നെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടെ, അറിയാവോ എന്റെ അച്ഛനും അമ്മയൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടാന്നറിയാവോ? ഇനി താലി ഇല്ലാതെ അവിടെ പോയി നിൽക്കുമ്പോ അവർക്ക് വിഷമാവെന്ന് പറയണം. അത് മാത്രമല്ല നിനക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാമല്ലോ, എന്റെ നാട്ടുകാര് എന്റെ വീട്ടുകാര് എന്ത് ബന്ധുക്കള് എന്തൊക്കെ പറയുമെന്നറിയോ ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ? അതോർത്ത് മാത്ര അല്ല ഒട്ടുമിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാ. ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരെ കുറിച്ച് ഓർത്തിട്ട് വീർപ്പ് മുട്ടി ഭർത്താവിന്റെ വീട്ടിൽ കഴിയൂന്ന് പറയാണ്. ഡി അതിനേക്കാളും വലിയ വീർപ്പൂട്ടലായിരിക്കും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഭർത്താവിന്റെ അവസ്ഥ. അതെന്താ നീ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കും. പിന്നെ ഒരു ഭർത്താവാണ് പോലും, അതെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹമൊക്കെ കൊടുക്കണം എന്ന് പറയണം. ആ കൊടുക്കണം, പക്ഷെ അത് നല്ല ഭാര്യമാർക്ക്, നിന്നെ പോലുള്ള ഒരുത്തിക്കൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടത് അവൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അല്ലേ നീ ഇങ്ങനെയൊക്കെയാ പറയുള്ളൂ, നീ നിന്റെ ആ മറ്റവളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമായിരിക്കും അല്ലേ? അതെ മറ്റവളെ കുറിച്ച് ചിന്തിച്ചു തന്നെയാ. അതെ എനിക്ക് കല്യാണത്തിന് മുമ്പ് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് അതും കൂടെ അങ്ങ് ഇല്ലാതായി, ഫ്രണ്ട്സും ഇല്ല ആരും ഇല്ലെന്ന് പറയാം. നിന്റെ നല്ല ഫ്രണ്ട്സ് ആരാന്നൊക്കെ എനിക്കറിയാം, ആ നന്ദു ആയിരിക്കും എന്ന് പറയണം. എന്താ നന്ദു മാത്രം എനിക്ക് ഫ്രണ്ട് ആയിട്ടുള്ളോ? നിന്റെ കണ്ണിൽ അങ്ങനെ മാത്രമേ കാണത്തുള്ളായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കോളാൻ പറയണം. നന്ദുങ്കി നന്ദു. എടാ നിനക്ക് എങ്ങനെ തോന്നല എന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാനായിട്ട്? പിന്നെയോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഈ ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, എന്റെ അടുത്തൊന്നും ചെലവാകത്തില്ലെന്ന് പറഞ്ഞിട്ട് അനാമി കിടന്ന് തുള്ളുവാണ്. ഇത് കേട്ടത് അനി പറഞ്ഞു അതെ ഞാൻ ഒന്ന് പറഞ്ഞു നിന്നോട്, നിനക്ക് പറ്റില്ല നീ പൊക്കോളാനായിട്ട്, പോയില്ല നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റുള്ളൂന്ന് ചോദിക്കുകയാണ്. അനാമി പറഞ്ഞു അങ്ങനെ നിന്നെ ഞാനങ്ങ് വിടുന്നില്ലടാ, അങ്ങനെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണ. ഇത് കേട്ടത് അനി പറഞ്ഞു അതെനിക്കറിയാടി, അതുകൊണ്ടാണല്ലോ ഇതേ കല്യാണത്തിന് മുമ്പ് നിന്നോട് ഞാൻ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ചെയ്തേ ഇങ്ങോട്ട് വീണ്ടും ബലമായിട്ട് വന്നത്? അതെന്തുകൊണ്ടാ? കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് ഞാനല്ലായിരുന്നു പ്രധാനം, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്.
അനാമികയ്ക്കാണ് എന്ത് മറുപടി പറയാനും നടത്തില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ലേ? അനാമിക മനസ്സിൽ പറയാം, നിന്നെ അങ്ങനെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലടാ. ഈ അനന്തപുരി വീട്ടിൽ നിന്ന് പോകാനും ഉദ്ദേശിക്കുന്നില്ല. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ പലതും ആലോചിക്കടാ. നിനക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അനി പറഞ്ഞതേ, അനാമികയെ മാല ഇട്ടിരിക്കാന്ന് നോക്കത്തില്ല. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിന്റെ കർണം അടിച്ചു പോയിക്കാണെങ്കിൽ ഞാൻ മടിക്കില്ലെന്ന് പറയണം. എന്നാ അടിക്കടാ എന്നും പറഞ്ഞിട്ട് പോരുകോഴിനെ പോലെ ഇങ്ങനെ അനാമിക അങ്ങോട്ട് ചെല്ലുവാണ്. എനിക്കങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഇറുമി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അനി പറഞ്ഞു, അനിയോട് അവള് പറഞ്ഞു, നീ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ വെറുതെ ഇരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ്. അതോടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് എനിക്ക് സർവ്വ നിയന്ത്രണം അങ്ങോട്ട് വിട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചല്ലേ പറ്റുള്ളൂ. മലയ്ക്ക് മാലയും കൂടെ ഇട്ടിരിക്കുക. അനി ഇങ്ങനെ സർവ്വ നിയന്ത്രണം കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദേഷ്യപ്പെട്ട അനാമിക അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ രണ്ടുപേരും രണ്ട് പാത്രമാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിലും അതെങ്ങനെയാ വരുത്തോളം തോന്നുന്നേ. ഇവളുടെ സ്വഭാവം തന്റെ സ്വഭാവം തമ്മിൽ ഒരിക്കലും ചേർന്ന് പോലെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ രേവതി അവിടെ ഉണ്ട്. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനുമാണ് അബിയും നവിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. അമ്മേ, ദേ അവറ്റോട് വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അബിയും നവിയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിയോടായിട്ട് അനാമി പറഞ്ഞു, അതേ എന്താണെങ്കിലും അബിയേട്ടൻ ഇവരെയും കൂടെ പുറത്തു പോയല്ലോ, സമ്മതിച്ച് തന്നിരിക്കുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, എന്റെ ഭർത്താവ് അല്ലാതെ പിന്നെ വേറെ ആന എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് ചോദിക്കണം. രേവതി പറഞ്ഞു, ഓ അതിന് ഭർത്താവെന്ന ലേബൽ മാത്രം നേരത്തെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ സ്നേഹത്തൊന്നും ആയിരുന്നല്ലോ. എപ്പോൾ നോക്കിയാലും കണ്ണി നോക്കി അടിയായിരുന്നല്ലോ. പിന്നെ എപ്പോഴാ ഇപ്പൊ ഈ സ്നേഹം പൊട്ടി വീടാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു, അതെ നിന്നോടൊന്നും പറയേണ്ട കാര്യം എനിക്കില്ലെന്ന് പറയണം. അറിയാലോ എന്റെ ഭർത്താവ് എപ്പോഴാ സ്നേഹിക്കാതിരിക്കുന്നതെന്ന് നിന്നെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാന്ന് പറയണം. പിന്നെ എത്ര കാലത്തേക്ക് ഉണ്ടാകുമോ എന്ന് രേവതി പറയണം. അതെ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. അത് നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ട. അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? എന്റെയും അമ്മ ഇവിടെ വന്ന് നിന്നപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര കുറ്റമായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിങ്ങളുടെ ഭർത്താവ് അവിടെ തനിച്ചല്ലേ ഉള്ളൂ. നിനക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി എന്താ കുഴപ്പമിരിക്കണേ? അപ്പൊ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ മോളോടൊപ്പം ചേർന്നിട്ട് ഓരോ കുന്നായമ്പത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടാൻ പറ്റത്തില്ല അല്ലേ? നാണമില്ലാത്തങ്ങള് എന്ന് പറയണം. ഇത് കേട്ടതും അനാമിക്കൊണ്ട് ഇഷ്ടപ്പെടില്ല. നീ ആരെ അടി പറയണെന്ന് ചോദിക്കണം. ആരെ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറയണം. പെട്ടെന്ന് അബി പറഞ്ഞു, വാ നവിയെ, എന്തിനാ ഇവരോടൊക്കെ ഇങ്ങനെ വില കുറഞ്ഞ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും അബി മനസ്സിൽ പറയാ, ഇന്നത്തോട് കൂടിയിട്ട് അവര് നിനക്കിട്ട് നല്ല പണി തരൂടി. അതോടുകൂടി നീ അങ്ങോട്ട് തീരും. അധികം താമസം അതിനില്ലാന്ന് പറയണം. ഈ സമയം അവരങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമയോട് രേവതി പറഞ്ഞു, കണ്ടില്ല അവളുടെ അഹങ്കാരം. അവൾക്കിട്ട് നല്ല പണി തന്നെ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറയാം. അവൾ അങ്ങനെ അഹങ്കരിക്കട്ടെ അമ്മേ. അഹങ്കരിച്ച് കഴിയുമ്പോഴല്ലേ അവൾക്കിട്ടുള്ള പണി അങ്ങോട്ട് കിട്ടാൻ പോന്നേ. അവൾ ആരാന്ന് അവളുടെ വിചാരം. ഇന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയണം. പിന്നീട് രാത്രിയായി കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നയന അടുക്കള കയറിയിട്ട് പാല് കാച്ചുവാണ്. അങ്ങനെ പാല് കാച്ചി വെച്ചിട്ട് നയന അങ്ങോട്ട് പോവാണ്. അപ്പൊ ആ നയന പോകാൻ വേണ്ടി കാത്തിരുന്നു അനാമിക അടുക്കളയിലേക്ക് കയറി വന്നു. അടുക്കളയിലേക്ക് കയറി വന്നിട്ട് ആ പാലിനകത്തേക്ക് കുറച്ച് മരുന്നും ഒഴിക്കുവാണ്. ഒഴിച്ച് കഴിഞ്ഞപ്പം ഓർത്തു, അയ്യോ ഇത് ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നില്ല. സാരമില്ല, കൂടിപ്പോയെന്ന് ഓർത്ത് ചത്തുപോകാനൊന്നും പോകുന്നില്ല. കുറച്ചാളും കൂടെ അങ്ങ് കിടക്കുന്നുള്ളൂ. അങ്ങനെ അങ്ങോട്ട് കിടക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ട് കലക്കി വെച്ചിട്ട് നേരെ ഹാളിലേക്ക് വരികയാണ്. അപ്പൊ രേവതി ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ ഓക്കെ ആക്കിയോ? എല്ലാം ഓക്കെ ആക്കിയമ്മേ, ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറയണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നന്നായിട്ട് കലക്കിയിട്ടുണ്ടല്ലോ അല്ലെ? നന്നായിട്ട് കലക്കിയിട്ടുണ്ടെന്ന് പറയണം. ഇനി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അങ്ങോട്ട് കലങ്ങാൻ പോകുന്നു പറയണം. രേവതി പറഞ്ഞു, അത് വേണം മോളെ, ഉറപ്പായിട്ടും അത് വേണം. അവളുടെ അഹങ്കാരം ചില്ലറയൊന്നും അല്ലോ. അപ്പൊ തന്നെ വേണുവിന്റെ കോള് വരുവാണ്. വേണു വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി മോളെ? എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അച്ഛാ, ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. പിന്നെ സൂക്ഷിച്ചോണം കേട്ടാ, ആരാ പോയി എടുത്തു കുടിക്കണമെന്നൊക്കെ നോക്കണം എന്ന് പറയാ. അതൊക്കെ നോക്കിക്കോളാം, ധൈര്യമായിട്ടിരുന്നു. അച്ഛൻ ഇനി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി കിടന്നുറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പോ അനാമിക പറഞ്ഞു, അച്ഛനാ വിളിച്ചേ. അച്ഛനാണെ അവിടെ ഇരുന്നിട്ടൊരു സമാധാനമല്ലേ? എന്തായ കാര്യങ്ങള്? ഇന്ന് അതെല്ലാം ഓക്കെ ആവൂല മോളെ. എന്താണെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക്. അതുകൊണ്ട് ആ ഒരു പേടി നമുക്ക് വേണ്ടാന്ന് പറയണം. ഈ സമയം അഭി നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ജലജയുടെ അടുത്തേക്ക് പറഞ്ഞു, അമ്മേ എന്താണെങ്കിലും അങ്ങോട്ട് പോയതുകൊണ്ട് ഒരു ഗുണമുണ്ടായെന്ന് പറയാണ് നവ്യയുടെ വീട്ടില്. എന്താ മോനെ? അവർക്കെല്ലാം നല്ല വിശ്വാസമായെന്ന് പറയണം. ആഹാ, അതിനുവേണ്ടി തന്നെയല്ലേ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കോ? അല്ല, അവള് നിന്നെ വിശ്വസിച്ചോ? അവള് വിശ്വസിച്ച് വരുന്നുണ്ടമ്മേ. ഇനിയിപ്പം അധികം വൈകാതെ തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങോട് പോകും. അങ്ങനെ കുഞ്ഞു പോയി കഴിയുമ്പോൾ അവൾക്ക് എന്നെ അവിശ്വാസം ആകുമെന്ന് അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല. ഇനി അങ്ങനെ വന്നാലും കുഴപ്പമില്ല.
കൊണ്ടേ കേസ് കൊടുക്കട്ടെ. കേസ് കൊടുക്കുമ്പോ ആരാന്നുള്ള കള്ളത്തരം പൊളിയൂലോ. അല്ലെങ്കിൽ കേസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അവൾക്ക് പാല് കൊണ്ടേ കൊടുക്കുന്ന ആരാ? നയനയല്ലേ കൊണ്ടേ കൊടുക്കുന്നേ. നയനയെ സംശയിക്കുള്ളൂ. ചേട്ടത്തി അനിയത്തി തമ്മില് നല്ല പോട്ടി ആയിക്കോളും. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണ. അത് ശരിയാമേ. അത് തന്നെ വേണം സംഭവിക്കാനായിട്ട്. അങ്ങനെ തന്നെ വേണം സംഭവിക്കാനായിട്ട്. അവളുമാർ രണ്ടുപേരും കൂടി അടിച്ചു പിരിയണം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോണം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പറയണം. അത് ശരിയാ. അതോടുകൂടി നിന്റെ കാര്യം രക്ഷപ്പെട്ട മോനെ. അതെ, അങ്ങനെ അവളെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. വേറെ കല്യാണം കഴിക്കാം, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാന്ന് പറയണം. അങ്ങനെ മനക്കോട്ടയൊക്കെ കെട്ടി അഭിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.